ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയും MLA-യുമായ വി കെ സനോജ് നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ വി കെ സനോജ്, അങ്ങയുടെ തന്നെ ഫേസ്ബുക്കിൽ പറയുന്നത്, വി കെ സനോജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അല്പസമയം മുൻപാണ് വന്നത്. 2020 മാർച്ച് 20 നേരത്തെ നമ്മൾ പറഞ്ഞ ആ പരിപാടിയിൽ പങ്കെടുത്ത ജി സുധാകരനെ കോട്ട് ചെയ്തുകൊണ്ടാണ് വി കെ സനോജ ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയിരിക്കുന്നത്. ശ്രീ വി കെ സനോജ, അന്ന് അദ്ദേഹത്തിന്റെ പക്ഷം ഇടതുപക്ഷമായിരുന്നു, വിശക്കുന്നവന്റെ വേദന അറിയുന്ന ഹൃദയപക്ഷമായിരുന്നു എന്നാണ് അങ്ങ് തന്നെ അങ്ങയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. ജി സുധാകരന് വന്ന മാറ്റം എന്താണ്? എന്തിനാണ് അദ്ദേഹം ഇപ്പോൾ ഈ പദ്ധതിയെ വിമർശിക്കുന്നത്? ശ്രീ വി കെ സനോജ്, കേൾക്കാമോ? ശ്രീ വി കെ സനോജ്, എനിക്ക് കേൾക്കാം. അതായത് ഈ ആശുപത്രി കോമ്പൗണ്ടിനുള്ളിൽ വെച്ച് രാഷ്ട്രീയ പാർട്ടികൾ ഈ പരിപാടി നടത്താൻ പാടില്ല, പുറത്തു വെച്ച് നടത്തണം, അങ്ങനെ വേണമെങ്കിൽ ഉള്ളിൽ വെച്ച് നടത്തണമെങ്കിൽ സർക്കാർ നടത്തണം എന്നാണ് ജി സുധാകരന്റെ പക്ഷം. അദ്ദേഹം തന്നെ ഡിവൈഎഫ്ഐയുടെ പരിപാടിയിൽ പങ്കെടുക്കുകയും പൊതിച്ചോറിനെ കുറിച്ച് വളരെ നല്ല നിലയിൽ സംസാരിക്കുകയൊക്കെ ചെയ്ത വീഡിയോ സന്ദേശങ്ങളൊക്കെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തിനാണ് ഇത്രമാത്രം ഒരു വിദ്വേഷത്തോടു കൂടി ഈ പദ്ധതിയെ ഈ നിലയിൽ അദ്ദേഹം പുതുതായിട്ട് അവതരിപ്പിക്കുന്നത്? അത് എത്ര ആലോചിച്ചിട്ടും നമുക്ക് മനസ്സിലാവാത്ത കാര്യമാണ്. പിന്നെ അദ്ദേഹം പറയുന്നത് പോലെ ഞങ്ങളിപ്പോ ആശുപത്രിക്കകത്ത് കയറിയിട്ട് കൊടിയെല്ലാം എടുത്ത് പ്രകടനം നടത്തിയിട്ടൊന്നുമല്ല ഈ കാര്യങ്ങൾ കൊടുക്കുന്നത്. അതിപ്പോ നമ്മുടെ പ്രദേശങ്ങളിൽ നിന്ന് ഈ പൊതിച്ചോറ് ശേഖരിച്ച് 2000, 3000, 4000 പൊതിച്ചോറൊക്കെ ശേഖരിക്കുകയാണ്. അങ്ങനെ ശേഖരിച്ച് കൊണ്ടുവരുന്ന വാഹനത്തിൽ സ്വാഭാവികമായിട്ടും ഒരു കൊടി കുത്തിയിട്ടാണ് ഇങ്ങോട്ട് വരിക. അതല്ലാതെ അവിടെ ഇപ്പൊ എന്താ പ്രകടനമോ പൊതുയോഗമോ നടത്തിയിട്ടാണോ കൊടുക്കുന്നത്? ഇതെല്ലാം കഴിഞ്ഞ 10 വർഷമായിട്ട് എല്ലാവരും കാണുകയല്ലേ. അപ്പൊ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ഗാർഡിയൻ പത്രം ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. അത് മാത്രമല്ല, ഈ സുധാകരൻ ഇപ്പൊ എത്തപ്പെട്ട പാളയമുണ്ടല്ലോ, കോൺഗ്രസിന്റെ വലതുപക്ഷ പാളയം, ആ വലതുപക്ഷത്തിന് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന KPCC അധ്യക്ഷന്മാർ ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസിന്റെ ക്യാമ്പിൽ പ്രസംഗിച്ചത് നിങ്ങൾ ഡിവൈഎഫ്ഐയെ ഈ കാര്യത്തിൽ മാതൃകയാക്കണം എന്നാണ്. സുധാകരനും ചെന്നിത്തലയെല്ലാം നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ടല്ലോ. അപ്പോ കക്ഷിരാഷ്ട്രീയതീതമായി എല്ലാ വിഭാഗം ആളുകളും അംഗീകരിച്ച് മാതൃകയാക്കണം എന്ന് പറഞ്ഞ ഒരു പദ്ധതിക്കെതിരായിട്ട് ഈ സുധാകരനെ പോലെയുള്ള ഒരാൾ രംഗത്ത് വരുന്നത് അങ്ങേയറ്റം അല്പത്തരമാണ്. അത് അദ്ദേഹം തന്നെ ആ കാര്യം തിരുത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തെ പോലെ അങ്ങയുടെ പ്രതികരണത്തിന് നന്ദി.